ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇത്തവണ പോകുന്നത് പാലക്കാട്ടിലോട്ടാണ്. ഫസ്റ്റ് ടൈമാണ് പാലക്കാട്ടിൽ. അപ്പോൾ ഇന്നത്തെ ചെന്നൈ പാലക്കാട് റോഡ് ട്രിപ്പിൽ നമുക്ക് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും ടോൾ ബൂത്തും ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും വീഡിയോ മറക്കാതെ കാണുക. അങ്ങനെ രാവിലെ ഒരു 7:30 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നതാണ്. പക്ഷേ എണീറ്റൊക്കെ വന്നപ്പോഴത്തേക്കും കറക്റ്റ് 10 മണിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരു ഫാമിലി ആകുമ്പോൾ എല്ലാവരുടെയും ടൈം നോക്കണ്ടേ, പിന്നെ കുഞ്ഞുങ്ങൾ മൂഡ് ഓഫ് ആവാതെ നോക്കണം. ശരി, എന്തായാലും ഞങ്ങൾ ഇത്തവണ പാലക്കാട് പോകുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അതേ സമയത്ത് തന്നെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. സോ എന്ത് ചെയ്യാനാണ്, ചില സമയങ്ങൾ അങ്ങനെയായിട്ട് പോകും. എന്തായാലും പറഞ്ഞ് നമ്മൾ ടോൾ ബൂത്ത് എത്തി. സോ ഇതൊരു തുടക്കമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുക്കീസ് ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് യാത്ര ടൈമിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി. താങ്ക് യു സോ മച്ച് ഡിയർ. ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി, നമ്മൾ പോകുന്ന റൂട്ട് ചെന്നൈ, തൃശ്ശി, കന്യാകുമാരി റൂട്ടാണ് കേട്ടോ. നാഷണൽ ഹൈവേ കൂടെയാണ് ഈ പോകുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്നത് നമ്മൾ സേലം വഴിയാണ് കോയമ്പത്തൂർ കയറിയിട്ടാണ് നമ്മൾ പാലക്കാട് എത്തുന്നത്. സോ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇപ്രാവശ്യം കവർ ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചൂടൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ബാധിച്ചു കേട്ടോ നമ്മുടെ യാത്രേനെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വലിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കാരണമാണ്, ഗ്യാസ് ഷോർട്ടേജ് കാരണം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ക്ലോസ്ഡാണ്. പകരം അവർ കഫറ്റീരിയയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റ് ബോർഡ് കണ്ടിട്ട് ഇറങ്ങിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. സോ എന്ത് ചെയ്യാനാണ്, ഞങ്ങളിവിടുന്ന് ഒരു മുറുക്ക് വാങ്ങിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമമാണ് ഈ കാണുന്നത്. എന്തായാലും മുറുക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു വശത്തുകൂടി പ്രതിസന്ധിയില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഫുഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അങ്ങനെ ഈ ഒരു യാത്രയിൽ കൂടെ പാറിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുവഴി വരുന്നവർ എന്തായാലും മീൽസോ സ്നാക്സോ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ ഒരു കഫറ്റേരിയയിൽ നിന്ന് ഞങ്ങൾ നല്ലൊരു കരിപ്പട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഇനി മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു. കാരണം അടുത്തെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെക്ഡോണൾഡ്സിനെയാണ് ആശ്രയിച്ചത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അടുത്തൊരു മെക്ഡോണൾഡ്സ് ഉണ്ട്. അപ്പോൾ കണ്ടുപിടിച്ചത് നല്ലൊരു അടിപൊളി മെക്ഡോണൾഡ്സ് ആണ്. കാരണം അവിടുത്തെ ഫുഡ് എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നൊന്നര ഫുഡാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബർഗർ, ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈസ്, അതും ഭയങ്കര നീറ്റായിട്ടുള്ളൊരു മെക്ഡോണൾഡ്സ് ആയിരുന്നു ഇത്. സോ ഇതൊക്കെ എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്നൈയിൽ കഴിക്കുന്നത് ഇത്ര ടേസ്റ്റ് ഇല്ലാത്തതും കാരണം ഇതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത്. ഈ ഫ്രൈസിൻ്റെ സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എന്തോരം എക്കണോമിക്കലാണ് ഇവിടുത്തെ ഫുഡൊക്കെ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഈ ഓരോ പ്രാവശ്യം കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ അകത്ത് കയറുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എൻ്റെ അമ്മേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകണം കേട്ടോ. ഓടിച്ചു വിട്ടിട്ടുണ്ട് പാവയിലെത്തു പോയത് ഐസ്ക്രീം കഴിക്കണം. എന്തായാലും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആശ്വാസമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ അധികം വൈകാതെ അടുത്ത ടോൾ ബൂത്തിലെത്തി. കാരണം ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിലും ടോൾ ബൂത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. എന്തായാലും പകുതി യാത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിത് എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയായിരുന്നു, കാവടി തുള്ളി വന്ന് ഞാനൊക്കെ ഈ ഒരു അവസ്ഥയിലോട്ട് മാറി കേട്ടോ. എന്തായാലും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ചില മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് ചൂടിനെ സർവൈവ് ചെയ്തത്. കാരണം ഈ സമയത്ത് യാത്ര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഈ റോഡ് ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില നാഷണൽ ഹൈവേസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പാരലലി വേറൊരു ഓഫ് റോഡ് വഴിയാണ് പോകേണ്ടി വന്നത്. കാരണം ഈ ഓഫ് റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഒരുപാട് നഷ്ടപ്പെടും. അങ്ങനെ ഒരു മോർ ദാൻ 600 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പാലക്കാട് റീച്ച് ചെയ്തത്.
സേലം വഴിയുള്ള യാത്രക്കിടയിലാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു വഴി കൂടെ പോയത്. ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയോ, ഇതിൻ്റെ 2 സൈഡും കുരങ്ങന്മാരുടെ കോളനി ഉണ്ട്. 1, 2 ഒന്നും അല്ല, എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് കുരങ്ങന്മാർ ഇതിന് ചുറ്റുമുണ്ട്. ഒരുപാട് കുരങ്ങന്മാർ 2 സൈഡിലുമായിട്ട് അവരുടെ കാര്യം അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയേറെ കുരങ്ങന്മാരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വഴി നല്ല രസമുള്ളൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പകുതി ദൂരമൊക്കെ ആയപ്പോഴത്തേക്കും കാറൊക്കെ നല്ല പൊടി പിടിച്ചു. ഞങ്ങൾ നന്നായിട്ടത് തുടച്ചു. അപ്പം ഇനിയുള്ള യാത്ര ഭയങ്കര രസമായിരുന്നു. കാരണം എന്താ, നമ്മൾ ഈസ്റ്റേൺ ഗട്ട്സിലൂടെയാണ് പോകുന്നത്. പാലക്കാടിൻ്റെ ഫേമസ് ആ വഴിയുണ്ടല്ലോ, ഈസ്റ്റേൺ ഗട്ട്സിനെ മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു വഴി. എൻ്റെ ദൈവമേ, അതൊരു ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റിയലായിട്ട് കാണുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഈ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോ 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുമ്പോഴും ഞങ്ങളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത്, എന്നാൽ പോലും കുറേ നേരം കുത്തിയിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് കുറച്ച് നമ്മുടെ ബോഡീനെ റിലാക്സ് ആക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു രാത്രിയൊക്കെ ആയതോടുകൂടിയാണ് ഞങ്ങൾ കോയമ്പത്തൂർ എൻ്റർ ചെയ്തത്. സോ പോകുന്ന വഴി ഞങ്ങൾ എഗെയിൻ ഒരു കഫറ്റീരിയയിൽ കയറി. അതും റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് കയറിയതാണ്, ബട്ട് കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു വെട്ടുകേക്കായിരുന്നു. നല്ല സൈസുള്ള വെട്ടുകേക്ക്. ഒരാളെ എറിഞ്ഞാൽ നമുക്ക് എറിഞ്ഞ് വീഴ്ത്താം, അത്ര വലുതായിരുന്നു. എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. കൂടെ കരിപ്പട്ടി കാപ്പിയും കുടിച്ചു കേട്ടോ. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. എന്തായാലും രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയത്. അങ്ങനെ ടോട്ടൽ നമ്മളൊരു 19 ടോൾ ബൂത്തോളം കവർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 1900 റുപ്പീസാണ് ടോൾ എമൗണ്ട് ആയിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ 2 ഫുൾ ലിറ്റർ പെട്രോളാണ് അടിച്ചത്. നമ്മുടെ വണ്ടി ടാറ്റ പഞ്ചാണ്. സോ 2 ഫുൾ ലിറ്ററിൽ തന്നെ നമ്മളവിടെ എത്തി. സേലത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും വണ്ടി നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ കാരണമായിരിക്കും നമ്മൾ കുറച്ചും കൂടെ ലേറ്റ് ആവാൻ കാരണം. എന്തായാലും രാത്രിയോടെയാണ് ഞങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തത്. ഈ വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് എത്ര നന്നായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതുവഴിയുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണല്ലോ വിടുന്നത്. ഇപ്പം ഞങ്ങൾ മലയാളികളാണെങ്കിലും ഞങ്ങൾ വരുന്നത് ഒരു അന്യനാട്ടിലുള്ള കാറുമായിട്ടാണ്. സോ പിടിച്ചു നിർത്തുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സ്മൂത്തായിട്ട് തന്നെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് മക്ഡോണൽസിലോട്ട് പോവാണ്. കാരണം ഇനി വേറെ റെസ്റ്റോറൻറ്റൊന്നും പ്രതീക്ഷ ചെയ്യുന്നത് കാര്യമില്ല. അവിടെ നിന്ന് കുറച്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചു. ഇതേ ബാക്കിൽ ഒരാൾ കോഫി കുടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ എന്നെ തട്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ഡ്രൈവ് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എന്നാലും ഞങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് പാലക്കാട് ടൗണിൽ എൻ്റർ ചെയ്തത്. സോ ഇത്രയാണ് ഞങ്ങളുടെ ചെന്നൈ ടു പാലക്കാട് റോഡ് ട്രിപ്പ്. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കയ്യിൽ എടുക്കുക. പിന്നെ NH ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും, അപ്പോൾ കുറേ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. സോ അതെല്ലാം കണക്കിലാക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്തായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.